വണ്ടി പണ്ടേ മാറ്റി വേറെ വണ്ടി എടുക്കണമെന്ന് ഞാൻ പാപ്പനോട് പറഞ്ഞതാ, കേട്ടില്ല. ഇപ്പൊ ഇതാ പഞ്ചറായിട്ട് പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി ട്യൂബ് ഊരിയിട്ട് പോയേക്കാ പുള്ളിക്കാരൻ. മനുഷ്യനാങ്ക് വിശന്നിട്ടും വയ്യ, എവിടെ എത്തിയോ ആവോ. ഫോണിൽ വിളിക്കണ്ട, നേരിട്ട് വിളിക്കാം, എന്നാലൊരു പഞ്ചുണ്ടാവും എൻട്രിക്ക്. ഇല്ലെങ്കിൽ പാപ്പ വഴക്ക് പറയും. ഷാജി പാപ്പ എന്നടാവേ എവിടെ എന്ത് പാപ്പ എവിടെ? പാപ്പോ? വിശന്നിട്ട് വയ്യ, അതല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞ ഷാജി പാപ്പന്ന്. ഞാൻ കേട്ടത് ഷാജി പാപ്പോന്നാണ്, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആണോ? നീ ഒന്ന് മാറി നിന്ന് ഞാനൊന്ന് ഇറങ്ങട്ടെ. അല്ല, ഇതെന്ത് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത്? ലൂസ് മോഷൻ. അയ്യേ, ഇംഗ്ലീഷ് അറിയില്ലെന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഇതിന് പറയും സ്ലോ മോഷൻ, അങ്ങനെ പറയണം. എടാ അതൊക്കെ എനിക്കറിയാ. ലൂസ് മോഷൻ കൊണ്ടാണ് ഇറങ്ങല് സ്ലോ മോഷനിലായി പോയത്. അങ്ങനെ ഇറങ്ങിയതാണല്ലേ? അതെ. എന്ത് പറ്റി? നടുവേദനയാണല്ലോ എനിക്ക്. നടുവേദനക്കുള്ള ഒറ്റമൂലി കഴിച്ചതാ, ഒരു രക്ഷയില്ലാത്ത ലൂസ് മോഷൻ. നീലക്കോട് വേലിയാ? ഏത് വേലിയാണെന്നോ അത് കഴിച്ച പിന്നെ എനിക്ക് കൊടുക്കത്ത വയ്യ വേലിയാണാവേ. അല്ല, നീ അറക്കലബു തന്നെയല്ലേ? അതെന്താണ് ആദ്യമായിട്ട് കാണുന്ന പോലെ ഒരു സംശയം? നിന്റെ ഫിഗറിന് മൊത്തത്തിലൊരു വ്യത്യാസം, ആകെ ഒന്ന് പൊക്കം കുറയുന്നു. ഞാൻ എന്തെങ്കിലും ഷാജി പാപ്പിന്റെ മുകളിൽ നിന്നിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചതാ. Thank you. അതെ, എത്ര നാളായി ഞാൻ പറയുന്നു ഈ വണ്ടി മാറ്റണമെന്ന്. എടാ, പഞ്ചറായി കിടക്കണ വണ്ടി ഇവിടെ നിന്ന് എങ്ങനെ എടുത്ത് മാറ്റാനാടാ? പഞ്ചർ ഒട്ടിക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. വണ്ടി ഇവിടുന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞല്ല, പിന്നെ ഈ വണ്ടി മാറ്റിയിട്ട് നമുക്ക് ഓടി വാങ്ങിയാലോ? ആ എടാ, ഓടിയായാലും നടന്നായാലും നമ്മൾ ഒരുപാട് മേടിച്ചു കൂട്ടണുണ്ടാ. ഇനി എന്തിനാടാ വേറൊരെണ്ണം? ഓ, ഇങ്ങനത്തെ വിടലുകാരനാ ഭാര്യ ഇട്ടേച്ച് പോയത്. എന്റെ ഭാര്യ ഇട്ടേച്ചു പോയത് അതുകൊണ്ടൊന്നുമല്ല, പിന്നെ എന്റെ നടുവേന കാരണോ എന്റെ പേര് എന്നെ ഇട്ടേച്ചു പോയത്. ആണാ? എന്തിനീ നടുവേന വരാൻ കാരണം എന്താ? പേര് എന്റെ നടുവിനിട്ടി ഒട്ടി, അത് തന്നെ കാരണം. അയ്യോ, അതെന്തിന്? എടാ, എന്റെ വീട്ടിൽ ഒരു ഗുണമില്ലാതെ ഇരിക്കുന്ന വീടിന്റെ ആധാരം അതവിടെ ഇരുന്ന് ചെതലരിക്കണ്ടല്ലാന്ന് എഴുതി ഞാനെടുത്ത് ബാങ്ക് ലോക്കറിൽ വെച്ച്. അത് അവക്ക് ഇഷ്ടമായില്ല, അവൾ എന്റെ നടു ചവിട്ടി ഓടിച്ചതാവേ. അങ്ങനെയാണല്ലോ നടു ചവിട്ടി ഓടിച്ചത്. അതെ അതെ. ഇതേതാടാ വേറൊരു എൻട്രി? അത് ഒച്ച കെട്ടിട്ടും രൂപഭാവങ്ങൾ വെച്ച് ഒരു പെണ്ണാണെന്നാ തോന്നുന്നേ. അയ്യോ, ഭയങ്കര ബുദ്ധിയാണ്ടോ നിനക്ക്. അവിടെ നിൽക്ക്. ആരാണ് മനസ്സിലായില്ല? ഞാൻ ഷാജിപ്പാവിന്റെ വലിയൊരു ഫാനാ. ഫാനാണ്? എന്താ ഇവിടെ കിടന്ന് കറങ്ങ്, ഇവിടെ ഭയങ്കര ചൂടാ. കുസൃതി വിട്, ഞാൻ പാപ്പന്റെ വലിയൊരു ആരാധികയോ. ആരാധികേ? നീ എന്ത് കണ്ടിട്ടാണ് മോളെ എന്നെ ആരാധിക്കണത്? അതെന്താന്നറിയോ, ഷാജിപ്പാപ്പൻ പല സ്ഥലത്തും വടംവലിയിൽ കിടന്ന് മെഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെണ്ടല്ലോ, പാപ്പന്റെ ഈ മുണ്ട് സൂപ്പർ ഹിറ്റാ. അകത്ത് കറുപ്പ് പുറത്ത് ചുമപ്പ്. അതിന്റെ ഗുട്ടൻസ് എന്താ? ചോമ്പ് കൊടുത്തുകൊണ്ട് പാർട്ടിയുടെ പ്രകടനത്തിന് പോവാം. അതെ, ഇതങ്ങോട്ട് മടക്കി കുത്തി കഴിഞ്ഞാൽ പ്രതിഷേധ പ്രകടനത്തിനും പോകാം. രണ്ടുണ്ട് ഗുണം, 2 in 1. അത് ഈ ഇന്നർ മീനിങ് പറയുമ്പോ ഈ മ്യൂട്ട് ചെയ്യുന്നതല്ലേ അത്? എന്ത്? അയ്യോ, ഞാൻ 2 എന്നാ പറഞ്ഞത്, അല്ലാണ്ട് 2 എന്നല്ല പറഞ്ഞത്. ആവശ്യമില്ലാത്തതൊക്കെ തെറ്റിദ്ധരിക്കാനേ വെച്ചേ. ഈ ഷാജിപ്പാപ്പൻ എവിടെ പോകുന്നില്ലേ? ഈ പ്രകടനവും പ്രതിഷേധ പ്രകടനമൊക്കെ പറഞ്ഞല്ലോ, പക്ഷെ എവിടെയും പോവാൻ പുള്ളിക്ക് പറ്റൂല. അതെന്താ? നടുവേദന. എന്റെ ഷാജിപ്പാപ്പന് നടുവേദനയോ? എന്റെ അപ്പൻ നല്ല തടവുകാരനാ. അപ്പനോട് വരാൻ പറഞ്ഞാൽ എന്നെ ഒന്ന് മാന്യമായിട്ട് തടകിട്ട് റെഡിയാക്കി തരാൻ പറ. അപ്പൻ ഇപ്പൊ തടവാൻ പറ്റത്തില്ല. അതെന്താ? അപ്പൻ തടവില. എന്താടാ വേറൊരു മ്യൂസിക് കേൾക്കണത്? ആക്കിയതാണോടാ വേ? തെറ്റാണല്ലേ അത്? പോകല്ലേ? അങ്ങനെയാണ്. ഈ ഹായില് വള്ളി വരാൻ പാടില്ലല്ലേ? വള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോ, അതൊരു ലോജിക്ക് മിസ്റ്റേക്ക് ആണല്ലേ? അതെ, അറിയാതെ വള്ളി ഇട്ടതാണ് കേട്ട. വള്ളി തന്നെയല്ലേ ഇട്ടത്? എന്നെ മനസ്സിലായ സാറേ? ഇല്ല. ആട്ടി പറഞ്ഞപ്പോ പടപടയെന്നങ്ങ് അടിക്കാൻ. മൈ നെയിം ഈസ് ഡൂഡ്. കൊച്ചിൻ ഡൽമൻ.
ഇടക്ക് വെച്ച് ഇടക്ക് വെച്ചാലാണ് എപ്പോഴും ഞാൻ ഡൽമൻ തന്നെയാണ്. മര്യാദക്ക് എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് ഈ തോക്കായിരിക്കും. റാവേ എന്നടാ വിശേഷം? സുഖമാണോടാവേ? ഞാൻ ഇവരുടെയൊക്കെ ലീഡറാട്ടാ. ഞാനാണ് അറക്കൽ അബു. ഞാൻ അഞ്ചു പാപ്പന്റെ ഫാനാ. മൈക്കല്ല തോക്കാണ്. എന്നിട്ട് തിരിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഇത് സംസാരിക്കുന്നു. നിങ്ങൾ ലോക പരാജയമാണല്ലോ. പരിപാടിയാ. നിങ്ങൾ മര്യാദക്ക് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മറിയടാ. നീയാണോ ഷാജി പാപ്പാൻ? അല്ല. നീയാണോ ഷാജി പാപ്പാൻ? ഞാനല്ല ഷാജി പാപ്പൻ, ഇതാണ് ഷാജി പാപ്പൻ. നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ അതാണ് എനിക്ക് അറിഞ്ഞൂടെ. എടുത്തു പറയേണ്ട കാര്യം. നിങ്ങളാണോ ഷാജി പാപ്പാൻ? അതെ. ഇത് ആനേന്ത്? അല്ല പാപ്പ മാത്രല്ല, ആനെ കാണൂല. ആന എവിടെ കെട്ടിട്ടേക്കണം? അന്ന കെട്ടല്ല, അന്ന ചങ്ങല കൊണ്ട് തളക്കല്ലേ ചെയ്യണത്. എങ്ങനെയാ? അന്ന ചങ്ങല കൊണ്ട് തളക്കല്ലേ ചെയ്യണത്. ആനനെ ചങ്ങല കൊണ്ട് തിളക്കുമ്പോ ആനക്ക് ഭ്രാന്താണല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അതെ ആനപ്പാപ്പനല്ല, ഇത് ഷാജി പാപ്പാൻ. ഷാജിക്കും പാപ്പാനുണ്ടാ ഇപ്പൊ? ഓ ഇവരെ ഷാജി പാപ്പാൻ, ഞാൻ നിങ്ങളെ കാണാനാണ് ഇവിടെ വന്നത്. എന്താണ്? നിങ്ങളെ ആദ്യമാര് നിങ്ങളെ നടുവിനിട്ടിയോട്ട് പോയല്ല. അവസാനം നിങ്ങൾക്കൊരു കാമുക ഉണ്ടായി. ആ കാമുകയായിട്ട് നിങ്ങൾ പ്രണയം മൂത്തു വിവാഹത്തിന്റെ വക്കിലെത്തി. നിങ്ങളെ ആ കാമുക വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലേ? വിളിച്ചിട്ടുണ്ട്. ഷാജി പാപ്പ ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാരൻ അറക്കൽ അബുവല്ലേ ഞാൻ. എന്റെ അടുത്തൊരു വിവരം നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാ? നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, അത് വിവാഹം വരെ എത്തിയെന്നു, നിങ്ങൾ അവളെ വീട്ടിലേക്ക് വിളിച്ചെന്നു. ഒരു വാക്ക് പറയാൻ തോക്കി കയറി വേടി വെക്കലാവേ. ശരിയാണ്, എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അവളുടെ വിവാഹമാണ്, ഞാനായിട്ടല്ല വേറൊരുത്തരായിട്ട്. അതിന്റെ കല്യാണത്തിന് അവളെന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന്. ഇന്ന് രാത്രി അത്താവിട്ടാണ് ഞാൻ പോണ്ട് പോട്ടി ചോറ് തിന്നാൻ. നീയൊക്കെ വന്നിട്ടേക്ക് വാ. അവൾ എന്റെ സഹോദരിയാണ്. എന്റെ അതേ ഫിഗറുള്ള എന്റെ സഹോദരി. അറിയാമോ നിനക്ക്? അതേ ഫിഗറാന്ന്. ആ പെണ്ണ് പോയത് നന്നായി. പാപ്പ വിഷമിക്കണ്ട. വിഷമൊക്കെ ഉണ്ടാവും, ചത്തു. പാപ്പ, എനിക്ക് പാപ്പനെ ഭയങ്കര ഇഷ്ടാ. നമുക്ക് ഒന്നിച്ച് ജീവിച്ചാലോ? എടി മോളെ, നീ ഇതെന്തറിഞ്ഞിട്ടാണ്? എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഞാൻ ഈ വടംവലി തക്കടതരിയുടെ പരിപാടികളൊക്കെ ആയിട്ടാണ് ജീവിച്ചു പോണത്. 1.5 അടിക്കാൻ പോലും എന്റെ കയ്യിൽ 5 പൈസ ഇല്ലാണ്ട് കിടക്കുന്നത്. സാരല്ല പാപ്പ, പാപ്പം കള്ളുകൂടി നിർത്തുവെങ്കിൽ ഞാൻ ഓക്കെയാ. ആണാ? അങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കല്ലേ? എന്താണ് ഈ കാണിക്കുന്നത്? ചത്തുപോകും നീ. ഇവിടെ ശ്രദ്ധിക്ക്. ഇവള് പറഞ്ഞതുകൊണ്ട് ഇന്ന് മുതല് ഞാൻ വെള്ളോടെ അങ്ങോട്ട് നിർത്തേണ്ടി. സത്യം. അങ്ങനെയാണെങ്കിൽ ഷാജി പാപ്പന് വേണ്ടി ഈ അറക്കലവും വെള്ളമടി നിർത്തുന്നു. സത്യം. അടിപൊളി. ഇങ്ങനത്തെ ഒരു വെള്ളമടി നിർത്തിയാ? പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാനും വെള്ളമടി നിർത്തി. അല്ല, നീ എന്തിനാ വെള്ളമടി എടുത്തുന്നത്? ഇങ്ങനത്തെ കുറച്ചു നേരം കയ്യിലൊക്കെ പിടിച്ചോണ്ടിരുന്നില്ല. ഞാനൊന്ന് മിന്നലടിച്ച് കിടക്കുന്നു. അതിന് വിട്ടി മഴയൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ മിന്നലടിച്ച്? അതല്ലത്, സർക്കാരിന്റെ സാധനം മിന്നലടിച്ച് അവിടെ കിടക്കുന്നുണ്ട്. വെള്ളം അടിച്ച് കിടക്കണാ? അവനവിടെ കിടക്കട്ടാവേ. ഞാൻ എന്താ എടുത്തോണ്ട് പോണത്? അങ്ങനെ പറയല്ലത്. അല്ലാതെ വെള്ളടിച്ചല്ലേ കിടക്കുന്നത്. അവിടെ കിടക്കട്ടെ, കുടുംബം നോക്കാത്തവൻ അനുഭവിക്കട്ടെ. ഷാജി പാപ്പ പഴയ ഷാജി പാപ്പനൊന്നല്ല, പുതിയൊരു ഷാജി പാപ്പനെ ഇപ്പോ. ഇനി വെള്ളം അടിച്ച ഒരുത്തരെയും ഞാൻ എടുത്തോണ്ട് പോകില്ല. ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തി. അവന്റെ അരയില് ഒരു ഫുള്ളുണ്ടായിരുന്നു, അതുകൂടെ പറയാനായിട്ടാ വന്നേ. അരയില് ഒരു ഫുള്ളുണ്ടായിരുന്നു. ഒരുത്തൻ അവിടെ കിടക്കുമ്പോ അവനെ രക്ഷിക്കുക എന്നുള്ളത് ഷാജി പാപ്പാന്റെ അവകാശമാണ്. ഞാൻ പോയി രക്ഷിക്കാം. അല്ല, നിങ്ങൾ പോണെന്നില്ലേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. നിങ്ങൾ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഈ കാര്യം ഒന്ന് പറയാൻ പറ്റോ ഷാജി പാപ്പന്റെ അടുത്ത്? സമാധാനായല്ലോ. നിങ്ങൾക്ക് എന്താ പണി? ഞാനേ ആടിന്റെ പരിപാടിയാ. ആഡ് ഫിലിം മേക്കറാ? അയ്യോ അല്ല, ആടിന്റെ ബിസിനസ്സാ. ചേച്ചിക്ക് വേണോ ആടിനെ? 3 ആടിനെ ഞാൻ തരാം. ചേച്ചി കേട്ടില്ലേ? ആട് 3. ആളെ മയക്കണ കുപ്പി, ആളെ കറക്കണ കുപ്പി, വെന്ത് നടന്നാലും കുപ്പി, ആ വെന്ത് നടന്നാലും കുപ്പി, ഏത് ബന്ധു കിടന്നാലും കുപ്പി. നിങ്ങൾ പറഞ്ഞതല്ല ആട് 3. ഈ 3 അവിടെ നിന്ന് ആടുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥ ആട് 3.